ആൾക്കാര് സ്ഥിരമായിട്ട് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഈ പാട്ടൊന്ന് പാടാവോ ചോദിച്ചുകൊണ്ട്. ഒന്ന് രണ്ട് പേര് ഒരേ പാട്ട് തന്നെ നമുക്ക് കമന്റ് ഇട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പാട്ടൊന്ന് പാടിയേക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് തന്നെയാണ്. അപ്പം ഈ ചന്ദനച്ചോല എന്നുള്ള ഒരു പാട്ടില്ലേ, നമ്മുടെ ദിലീപേട്ടൻ്റെ, അപ്പം ആ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. കുറേ പേരുണ്ട്, അപ്പം പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട് പാടുന്നത്. പിന്നെ ചിലർ കമന്റിലൊക്കെ പറയാറുണ്ടല്ലോ, റെക്കോർഡ് ഇട്ടേക്കുക, വാ എനക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ചില പാട്ടിനൊക്കെ കമന്റ് ഇടാറുണ്ട്. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കാണണം, ഞാൻ തന്നെയാണോ ഈ പാടുന്നതെന്നുള്ളത്. ഞാൻ റെക്കോർഡൊന്നും ഇട്ടേക്കുന്നതല്ല, ഞാൻ കറക്റ്റായിട്ടാണ് ഞാൻ തന്നെ പാടിയേക്കുന്ന പാട്ടാണ്. ശ്രദ്ധിക്കുക, ഓക്കെ? വെറുതെ തെറ്റിദ്ധരിക്കേണ്ട റെക്കോർഡ് ഇട്ടേക്കുവാന്ന് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പാട്ടൊന്ന് പാടാം, അല്ലെങ്കിൽ ട്രൈ ചെയ്യാം. പേപ്പറിലൊക്കെ എഴുതി വെച്ചേക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചന്ദന ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാവേ ഉറക്കമായോ, വൃശ്ചിക രാത്രിതൻ പിച്ചക പന്തലി ശാലീന പൗർണമി ഉറങ്ങിയോ. എങ്ങനെയുണ്ട് എൻ്റെ പാട്ട്? ഇപ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ റെക്കോർഡ് ഇട്ടിട്ട് വായനക്കുന്നതല്ലെന്ന്? ഇതാണ് പാട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. എന്നാലും നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് കേൾക്കണം തോന്നിയാലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലോ ഒന്നുകൂടെ ഒന്ന് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പാടിയേക്കാം, ഓക്കെ? ചന്ദന ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാവേയുറക്കമായോ, വൃശ്ചിക രാത്രിതൻ പിച്ചക പന്തലിൽ ശാലീന പൗർണമി ഉറങ്ങിയോ. ഓക്കെ?